സാഹസം ബിപിൻ കൃഷ്ണ രചനയും സംവിധാനവും നിർവഹിച്ച് ബാബു ആന്റണി, നരേൻ, ബൈജു സന്തോഷ്, റംസാൻ മുഹമ്മദ്, ഗൗരി ജി കൃഷ്ണൻ തുടങ്ങിയവർ അഭിനയിച്ച ഈ മലയാളം കോമഡി ഡ്രാമ സിനിമയെ കുറിച്ചാണ് ഇന്ന്. കോടിക്കണക്കിന് വില വരുന്ന ക്രിപ്റ്റോ കറൻസിയുടെ ഡീറ്റെയിൽസ്, പാസ്വേഡ്, അതിന്റെ പുറകെ ഒരു കൂട്ടം ആളുകൾ, ഒപ്പം കേരളത്തിൽ കുറച്ച് ടെക്കികൾ, അവരുടെ പ്രണയം, ഫ്രണ്ട്ഷിപ്പ്, ഒളിച്ചോട്ടം, ഇതെല്ലാം കൂടി എങ്ങനെ കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് സാഹസം എന്ന സിനിമ പറയുന്നത്. നമ്മുടെ പഴയ പ്രിയദർശൻ സിനിമകളിലെ കുറെ ക്യാരക്ടേഴ്സ്, അവരുടെ വേറെ വേറെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഒരു ഐറ്റത്തിന്റെ പിറകെയുള്ള ഓട്ടം, ചിലപ്പോൾ ഒരു മാലയായിരിക്കും അല്ലെങ്കിൽ പ്രതിമയായിരിക്കും, അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടയടി, ആ ഒരു പാറ്റേണിലാണ് ഈ സിനിമയുടെ കഥയും പോകുന്നത്. അതായത് 1984 പ്രിയദർശൻ തുടങ്ങി വെച്ച ലെഗസിയുടെ വാല് പിടിച്ചുള്ള ഒരു സംഭവം. കാര്യം പ്രിയദർശൻ കോപ്പിഡി ആണെന്നൊക്കെ കുറെ പേര് കളിയാക്കുമെങ്കിലും പുള്ളി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇത്തരം കോമഡി പടങ്ങളുടെ അത്രയും എന്റർടൈനിങ് വാല്യൂ, അതുപോലെ റിപ്പീറ്റ് റീച്ച് വാല്യൂ ഒന്നും ഇപ്പൊ ഇറങ്ങുന്ന ഒരു കോമഡി പടത്തിനും ഇല്ല എന്നുള്ളതാണ് സത്യം. പുള്ളിയെ കോപ്പിയടിയാണെന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് പുള്ളിയുടെ പടങ്ങൾ കോപ്പിയടിച്ചാണ് ഇപ്പോഴത്തെ കോമഡി പടങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്നാൽ അങ്ങനെ വരുന്ന പല പടങ്ങൾക്കും ആ ഒരു നിലവാരമില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അത്തരത്തിലുള്ള പുതിയൊരു അഡീഷനാണ് സാഹസം. ഇതിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ അവിടെ ഇവിടെ ചെറിയ ഒന്ന് രണ്ട് കോമഡികളൊക്കെ എനിക്കും ഇഷ്ടപ്പെട്ടു. നമ്മുടെ പഴയ നടൻ കൃഷ്ണയുടെ മറ്റേ ഇൻഡിപെൻഡൻസിലെ പാട്ടുണ്ടല്ലോ, ഒരു മുത്തം തേടി ദൂരെ പോകും, ആ സംഭവം കൊള്ളാമായിരുന്നു. അതുപോലെ ഫ്ലാറ്റിൽ എല്ലാവരും ഒരുമിച്ച് ലാസ്റ്റ് എത്തിച്ചേരുന്നതും ക്ലൈമാക്സ് ഭാഗങ്ങളും ഒക്കെ രസകരമായിരുന്നു. പിന്നെ എന്റെ മേക്കിങ്ങിൽ ടെക്നിക്കലി പടം റിച്ച് ആണെന്ന് പറയാം. റംസാൻ ആണ് നായകൻ എന്ന് പറയാമെങ്കിലും റംസാനും ടീമും എല്ലാം ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ. റംസാൻ ഓക്കെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ശബരീഷ് വർമ്മയ്ക്ക് ഇത്തരം പടങ്ങളിലെ മസ്റ്റ് റോൾ ആയിട്ടുള്ള കോഴി റോളാണുള്ളത്. പുള്ളി ഡീസന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നരേന്റെ കോമഡി പോലീസ് റോള് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചിരിയൊന്നും വന്നില്ല. എനിക്ക് ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടത് ബാബു ആന്റണി, ബൈജു സന്തോഷ്, പിന്നെ പപ്പൻ എന്ന ക്യാരക്ടറായിട്ട് വന്ന മറ്റേ പയ്യൻ ഹരീഷ് ശിവറ, ഇവരുടേതാണ്. ബാക്കിയുള്ള ടൈമിലൊക്കെ ക്രിഞ്ച് ആയിരുന്നെങ്കിലും ടെസ്സയുടെ ഒരു കോഫി ഷോപ്പിലെ സീൻ കൊള്ളാമായിരുന്നു. പിന്നെ ബൈജുവിന്റെ കൂട്ടത്തിലുള്ള കാർത്തിക്കും കൊള്ളാം. വർഷ രമേശ് ഓക്കെ ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരിയുടെ ഡബിങ്, എനിക്ക് തോന്നുന്നു റിയാസേറ ഡബിങ് ആർട്ടിസ്റ്റ് നടിയുമായ പുള്ളിക്കാരിയാണ് ഡബ് ചെയ്യാൻ തോന്നുന്നു. ഡബിങ് അങ്ങോട്ട് ചേരാത്ത പോലെ തോന്നി. ഭഗത് മാനുവൽ, സജിൻ ചെറുകയിൽ, അങ്ങനെ കുറെ പേരുണ്ട്. സംവിധായകന്റെ മറ്റു പടങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ ജീവ ജോസഫിന് ഇതിൽ ചേരാത്ത ഒരു റോള് കൊടുത്തിട്ടുണ്ട്. വിക്ടറായിട്ട് വന്ന യോഗ് ജാപ്പി കൊള്ളാം. ഗൗരി ജി കിഷന് ക്ലീഷ നായിക റോളാണ്. അതുപോലെ ഗൗരിയുടെ വീട്ടുകാര്, അച്ഛൻ, അമ്മാവൻ, കൊച്ചച്ഛൻ, അങ്ങനെ കുറെ എണ്ണത്തിന്റെ കട്ട വെറുപ്പിക്കൽ വേറെയുണ്ട്. മാർക്കോയിലെ വില്ലൻ ഷമി തിലകന്റെ മോൻ അഭിമന്യു ഷമി തിലകൻ ചുമ്മാ മസിൽ പിടിക്കുന്ന ഒരു റോളിൽ വരുന്നുണ്ട്. അജു വർഗീസിന്റെ ഒക്കെ റോളിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അവസാനം രണ്ട് ചെറുക്കന്മാര് ചുമ്മാ വണ്ടിയിൽ വന്നിറങ്ങി വഴി ചോദിച്ച് ഹണ്ടർ എന്നൊക്കെ ബാബു ആന്റണി വിളിച്ച് വെറുപ്പിക്കുന്ന ഒരു സീനുണ്ട്. ചിലപ്പോ സംവിധായകന്റെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിന്റെ വല്ല കൂട്ടുകാരുമായിരിക്കും. അതൊക്കെ എന്തിനായിരുന്നു എന്തോ. ഇതിന്റെ ടെക്നിക്കൽ സൈഡിൽ പടം റിച്ച് ആണ്, നൈസ് ആണെന്ന് പറയാം. ഇതിന്റെ ക്യാമറ, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് ഒക്കെ നല്ലതാണ്. ആൽബി ആന്റണിയാണ് ഛായാഗ്രഹകൻ. അതുപോലെ ബിപിൻ അശോക് ആണ് ഇതിന്റെ മ്യൂസിക്. കിരൺ ദാസ് ആണ് എഡിറ്റർ. സിനിമയുടെ സ്ക്രിപ്റ്റും സംവിധായകന്റെ തന്നെയാണ്. നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ കണ്ടുമടുത്ത വഴിയെയുള്ള പടത്തിന്റെ ഒരു പോക്ക്, കോമഡി ആണെന്ന് പറഞ്ഞ് കാണിക്കുന്ന പലതും കണ്ടിട്ട് നമുക്ക് ചിരി വരാത്തത്, വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കഥ, ഇതൊക്കെയാണ് പടത്തിന്റെ മെയിൻ നെഗറ്റീവ്. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം പടത്തിന് വല്ലാത്ത നീളമാണ്. പടം കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു യുഗം കഴിഞ്ഞ ഫീലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാഗടിപ്പിച്ചായിരുന്നു. അനാവശ്യമായിട്ടുള്ള കുറെ രംഗങ്ങൾ, കുറെ ക്യാരക്ടേഴ്സ്, ചുമ്മാ മുട്ടിന് പാട്ട്, ഇതൊക്കെ തന്നെ വെട്ടിക്കുറച്ചാൽ പടം ഒരു 1.25 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ ചുരുക്കി പറയാൻ പഠിക്കണം. ഈ സിനിമയിൽ സോഷ്യൽ മീഡിയയിൽ കോമഡി റീൽസ് ഒക്കെ ചെയ്യുന്ന കുറെ പിള്ളേരുണ്ട്. അവരുടെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് കണ്ടാൽ നമ്മൾ ഇതിലും ചിരിക്കും. പക്ഷെ ഈ പടത്തിൽ നമുക്ക് അത്ര വലിയ ചിരിയൊന്നും വരുന്നില്ല. പിന്നെ യാതൊരു ഇമോഷണൽ കണക്ഷനും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതും ഒരു നെഗറ്റീവാണ്. ആകെ മൊത്തം ടോട്ടലിൽ പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നും ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് സിനിമയായിട്ടാണ് തോന്നിയത്. ഒരു ബിലോ ആവറേജ് അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംവിധായകന്റെ മുമ്പിലത്തെ സിനിമ 21 ഗ്രാംസ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. ഇത് ശരിക്കും വിരസവും നീരസം ഉണ്ടാക്കുന്നതുമാണ് സാഹസം എന്ന് പറയാം. തിയേറ്ററിൽ കയറി കണ്ടതാണ് ഞാൻ കാണിച്ച സാഹസം എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഇപ്പോഴും പ്രിയദർശൻ പണ്ട് ചെയ്ത് വിജയിപ്പിച്ച ആ ഒരു പാറ്റേണിലുള്ള കോമഡി പടങ്ങൾ കാണണം എന്നാഗ്രഹമുള്ളവർക്ക് ഒരുപക്ഷെ പടം ഇഷ്ടപ്പെട്ടേക്കാം. 2 മണിക്കൂർ 38 മിനിറ്റ് എങ്ങാണ്ടാണ് പടത്തിന്റെ റൺ ടൈം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. ലാഗ് മൂഡ്, ബോർ മൂഡ്, കൊലക്കേട മൂഡ്.